സംഗമമാണ് ആഗോള അയ്യപ്പ സംഗമം. വിവാദങ്ങൾക്കൊടുവിൽ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ഇന്നാണ് രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 3 സെഷനുകളിലായി നടക്കുന്ന ചർച്ചയിൽ ശബരിമല മാസ്റ്റർ പ്ലാനാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. 15 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാന മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ 3500 പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും. പ്രധാന പന്തലിൽ നിന്ന് ടി വി പ്രസാദും റഹീസ് റഷീദും ചേരുന്നു. പ്രധാന വേദിയുടെ മുന്നിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമനും നിലയ്ക്കലിൽ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് അഖിലും നമുക്കൊപ്പം ചേരും. അല്പസമയത്തിൽ നമ്മൾ ഊട്ടുപുരയിലേക്ക് കൂടി ഒന്ന് പോകും. അവിടെയും തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് പമ്പയിൽ യഥാർത്ഥത്തിൽ ഒരു അയ്യപ്പ മഹോത്സവത്തിന് സമാനമായ രീതിയിലുള്ള സംഗമമാണ് നടക്കാൻ പോകുന്നത്. സർക്കാർ ഇതിനെ ആദ്യം അയ്യപ്പ ഭക്ത സംഗമം എന്ന് വിളിച്ചു. പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന, കേരള സർക്കാർ ഹോസ്റ്റ് ചെയ്യുന്ന, ആതിഥേയത്വം വഹിക്കുന്ന ഈ പരിപാടിക്ക് ആഗോള അയ്യപ്പ സംഗമം എന്നാണ് പേര്. പമ്പാ സംഗമം എന്ന പേരിൽ നേരത്തെ നടന്നുകൊണ്ടിരുന്ന പരിപാടിയാണ് ഇന്ന് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നടത്തുന്നത്. 3500 പ്രതിനിധികളെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊന്ന് ടി വി പ്രസാദും പ്രവീണുമുണ്ട്. ടി വി പ്രസാദിലേക്ക് ഒന്ന് പോകാം. അവിടെ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഒപ്പമുണ്ടെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്, സ്വാമി ശരണം ടി വി പ്രസാദ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വാർത്തകളായിരിക്കും. എന്താണ് പമ്പയിൽ നിന്നുള്ള ഒരുക്കങ്ങളുടെ, അവസാനവട്ട ഒരുക്കങ്ങളുടെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്? ഇനി ഒരുക്കങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം തയ്യാറാണ്. അതിഥികൾ എത്തിയാൽ നമുക്ക് അവരെ ആനയിച്ചു കൊണ്ടുപോയി പന്തലിൽ ഇരുത്തിയാൽ മതി. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയോ? ഗുഡ് മോർണിംഗിനൊപ്പം സ്വാമി ശരണം അരുൺ പമ്പയിലാണ് നിൽക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം, ഇതിൻ്റെ എല്ലാമായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പിറകിൽ കാണാം വലിയ ആഗോള അയ്യപ്പ സംഗമം എന്ന് വലിയ രീതിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പടുകൂറ്റൻ പന്തലാണ്. ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നോ കാര്യങ്ങൾ? ഇതുവരെ നന്നായി നടന്നു പോകുന്നു. സ്വാമി ശരണമയ്യപ്പ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി നടന്നു പോവുകയാണ്. ഇന്നലെ തന്നെ പ്രതിനിധികൾ എത്തിത്തുടങ്ങി. നമ്മുടെ തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ ശേഖർ ബാബു ഇന്നലെ തന്നെ സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം രാവിലെ വരും. 6 മണിക്ക് തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. രജിസ്ട്രേഷൻ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വേദിയിൽ 9:30-ക്കാണ് പിന്നെ നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നത്. ഇവിടെ ഒരു 8 മണിയോടുകൂടി ഭജൻ ആരംഭിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് കൃത്യം 9:30-ക്ക് തന്നെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. 3 സെഷനുകളാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇന്ന് നടക്കാൻ പോകുന്ന, ഒന്ന് ചുരുക്കി പറഞ്ഞാൽ. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 3 സെഷനുകളാണ്. ഒന്ന്, ഈ വേദിയിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. മുൻ ചീഫ് സെക്രട്ടറിയും പിന്നെ ഹൈപ്പവർ കമ്മിറ്റിയുടെ പഴയ അധ്യക്ഷനുമായിരുന്ന ജയകുമാർ IAS ആണ് അതിന് നേതൃത്വം നൽകുന്നത്. അതേ സമയത്ത് തന്നെ 2 വേദികളുണ്ട്. ഒരു വേദിയിൽ ഹിൽ ടോപ്പിലുള്ള വേദിയിൽ ടൂറിസം, നമ്മുടെ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജേക്കബ് പുന്നൂസ് പഴയ DGP ആണ് അത് നേതൃത്വം നൽകുന്നത്. ADGP ശ്രീജിത്ത് ഉൾപ്പെടെ അതിൽ പങ്കെടുക്കും. പിന്നെ 3-ാമത്തെ വേദിയിൽ പിന്നെ പിൽഗ്രിം ടൂറിസം, അതുമായി ബന്ധപ്പെട്ട് ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രധാനമന്ത്രിമാരുടെ TK നായർ സാറാണ്. അത് ടൂറിസം സെക്രട്ടറി ബിജു IAS അതിൽ പങ്കെടുക്കും. അങ്ങനെ ഒരുപാട് പേരുടെ നേതൃത്വത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. 3 സെഷനാണ് ഏറ്റവും പ്രധാനം. ഈ ചർച്ചകളിൽ ഇവിടുത്തെ സാധാരണക്കാരനായ ഭക്തർക്ക് കുറച്ചുപേർക്ക് അഭിപ്രായം പറയാൻ പറ്റും, കുറച്ച് പേർക്ക് എഴുതി സമർപ്പിക്കാൻ പറ്റും. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു കൺസോൾട്ടേറ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നോട്ട് ഞങ്ങൾ ഉണ്ടാക്കും. അത് വാലിഡേറ്ററി സമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് മന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി അത് VN വാസവൻ അത് അവതരിപ്പിക്കും. അതിനുശേഷം ഒരു കമ്മിറ്റിക്ക് രൂപം നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു കമ്മിറ്റി. ആ കമ്മിറ്റി ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ BJP എതിർക്കുന്നു, UDF എതിർക്കുന്നു. ഒരു ഭയമുണ്ടോ? എന്തായാലും എന്തിനാണ് ഭയക്കുന്നത്? അത് ഭയമൊന്നുമില്ല. എതിർക്കുവാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ. അതിനെന്ത് അത് ജനാധിപത്യത്തിൽ സ്വാഭാവികമല്ലേ. അപ്പോൾ അതിനെ ഞങ്ങൾ അങ്ങനെ കാണുന്നുള്ളൂ. അതിൽ രാഷ്ട്രീയം മാത്രമാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയവുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് ഇപ്പോൾ ബോർഡിരിക്കുന്നു. LDF സർക്കാർ ആയതുകൊണ്ട് LDF സർക്കാരിൻ്റെ പിന്തുണ നേടുന്നു. UDF സർക്കാരായിരുന്നു UDF സർക്കാരിൻ്റെ പിന്തുണ നേടിയേനെ. കാരണം ദേവസ്വം ബോർഡുകൾക്ക് ഒരിക്കലും ഒരു സർക്കാരിൻ്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം എന്ത് മനോഹരമായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഞങ്ങളെ കൊണ്ട് മാത്രം കുട്ടികൾ കൂടുന്ന കാര്യമാണോ? പ്രതീക്ഷിച്ച് എല്ലാവരും വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ വിജയമാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിജയമാവുമല്ലോ. ഞാൻ അതല്ലേ പറഞ്ഞത്, ഭഗവാന്റെ അനുഗ്രഹം ഇതിനെല്ലാം ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ ഭഗവാനുണ്ട്. എല്ലാ കൊല്ലവും നടത്തുന്ന രീതിയിലേക്ക് മാറും. ആലോചിക്കുന്നുണ്ട്. അത് ആലോചിച്ചല്ലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആലോചിച്ച് ആ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും. വലിയ ആത്മവിശ്വാസത്തിലാണ് അരുൺ PS പ്രസാദ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കറിയാം ക്ഷണിക്കാനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓട്ടത്തിലും നടത്തത്തിലുമാണ്. നമുക്ക്
അരുൺ. കൂറ്റൻ സദസ്സിന്റെ മുകളിലാണ്, സോറി, വേദി ഈ സ്റ്റേജിന്റെ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു കാര്യം ഇടയ്ക്കൊരു വിവാദമുണ്ടായതേ, ഈ സ്റ്റേജിനകത്ത് അയ്യപ്പന്റെ പടമില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വലിയ രീതിയിൽ വാട്സപ്പിൽ സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നിരുന്നു. ചില ആളുകളൊക്കെ അത് ഉപയോഗിക്കാനും നമ്മുടെ ചർച്ചയിൽ തന്നെ വന്നിരുന്നു പറഞ്ഞു. അയ്യപ്പനില്ലാത്ത അയ്യപ്പ സംഗമമാണ് എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെ കണ്ടു. അതൊന്ന് കാണിക്കാമോ? അയ്യപ്പനെയൊക്കെ ഉപേക്ഷിച്ചിട്ടല്ലല്ലോ അയ്യപ്പ സംഗമം നടത്തുന്നത്. അത് നമുക്ക് പിന്നെ അതൊന്ന് അയ്യപ്പനെ ഒന്ന് കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു പ്രശ്നം വരും. ഈ ബോർഡിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ VN വാസവനും നമ്മൾ വരുന്ന വഴിയിലെ ബോർഡുകളിൽ PS പ്രശാന്തുമുണ്ട്. ഒരുപക്ഷെ അവരുടെ മുഖങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ആ രീതിയിലേക്കൊരു വിവാദം വന്നത്. എല്ലാ ബോർഡുകളിലും നമ്മൾ കാണുന്നിടത്ത് അയ്യപ്പനുണ്ട്. അയ്യപ്പൻ്റെ നമുക്കറിയാം, ഇതാണ് ഇതിൻ്റെ ലോഗോ. ആ ലോഗോ ഒന്ന് കാണിച്ചു കൊടുക്കുക. പിന്നെ ആഗോള അയ്യപ്പ സംഗമം തത്വമസി എന്ന് എഴുതിയ ഈ ഒരു ലോഗോ, ഇത് തന്നെയാണല്ലോ അയ്യപ്പൻ. ഇത് എല്ലാ ബോർഡുകളിലും എല്ലാ പ്രചരണ സംവിധാനങ്ങളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി പിന്നെ നമുക്കൊന്ന് ഇങ്ങോട്ടേക്ക് തിരിക്കാം. ഇതാണ് സദസ്സ്. പടുകൂറ്റൻ സദസ്സാണ്, വലിയ ക്രമീകരണങ്ങളാണ്. രാവിലെ നമ്മൾ 6 മണിക്ക് പന്തലിലേക്ക് പ്രവേശിക്കുമ്പോഴും രാവിലെ തന്നെ പ്രതിനിധികൾ അവരുടേതായ സ്ഥലങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. വലിയ ആവേശത്തോടെയാണ് എല്ലാവരും വന്നിരിക്കുന്നവർ അയ്യപ്പ ഭക്തരാണ് എന്നുള്ളതാണ്. ഈ അയ്യപ്പ സംഗമം ഇനിയിപ്പോൾ എന്തായാലും ഒരു ചരിത്രത്തിൽ ഇടം നേടും എന്ന കാര്യം ഉറപ്പാണ്. ഒരുപാട് വിവാദങ്ങൾ, വിമർശനങ്ങൾ, കോടതി ഇടപെടലുകൾ എല്ലാറ്റിനും പിന്നാലെ ഇത് നടക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനമാണ്. പ്രത്യേകിച്ച് സർക്കാരിനും CPIM-നും ഇത് ഏറ്റവും നിർണായകമായ ഒരു ദിവസവുമാണ്. അവിടെ കുറച്ച് വനിതാ ഭക്തകൾ കൂടിയുണ്ട്. മാളികപ്പുറത്തമ്മമാരാണോ വന്നിരിക്കുന്നത്? അതെല്ലാം തോന്നുന്നു. എനിക്കൊന്നു അവിടുത്തെ മാധ്യമപ്രവർത്തകരോ സംഘാടകരോ ഒക്കെ ആയിരിക്കും അല്ലേ? അതെ അരുൺ, മാധ്യമപ്രവർത്തകരും സംഘാടകരും ഒക്കെയാണ്. ഇപ്പോൾ ഈ സീസൺ അല്ലെങ്കിലും മറ്റ് പൂജകൾക്കായി തുറന്ന സമയമാണ്. അയ്യപ്പ ഭക്തരുടെ വലിയ ഒഴുക്ക് ഈ സമയത്തില്ല. ഇതിൻ്റെ തൊട്ടുപുറത്താണല്ലോ, ഇത് പമ്പയാണ്. തൊട്ടുപുറത്ത് വലിയ ഒഴുക്കില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ എത്തിയോ? എങ്ങനെയാ കാണുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം? സംഗമത്തിന് നല്ല പിന്തുണ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായി. നല്ലതാണോ പരിപാടി സംഘടിപ്പിക്കുന്നത്? വളരെ നല്ലതാണ്. ശബരിമല ഇതിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ് അരുൺ നമ്മളോട് സംസാരിച്ചവരെല്ലാം. അതായത് ശബരിമലയുടെ വികസനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ശബരിമലയിൽ ചർച്ച ചെയ്യുക. സാധാരണ നമ്മൾ യുവജനോത്സവത്തിലാണ് വേദി 1, വേദി 2, വേദി 3 എന്ന് പറയുക. ആഗോള അയ്യപ്പ സംഗമത്തിനും വേദി 1 ഉണ്ട്. അവിടെ മാസ്റ്റർ പ്ലാനാണ്. വേദി 2 ഹിൽ ടോപ്പിലാണ്. അവിടെ ക്രൗഡ് മാനേജ്മെന്റ് ആണ്. വേദി 3 മറ്റൊരു പമ്പയിൽ തന്നെയുള്ളൊരു സ്ഥലത്താണ്. അവിടെ പ്രധാനമായിട്ടും സ്പിരിച്വൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുക. അത് TK നായർ ആയിരിക്കും അതിന് അധ്യക്ഷത വഹിക്കുക. റഹീസ് റഷീദും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. പമ്പയിൽ എങ്ങനെയുണ്ട് അന്തരീക്ഷം? കാലാവസ്ഥ അനുകൂലമാണല്ലോ അല്ലേ? മഴയൊന്നും ഇല്ലല്ലോ. ഇവിടെ എറണാകുളത്ത് ചെറിയ മഴച്ചാറ്റലുണ്ടായിരുന്നു. രാവിലെ എനിക്ക് തോന്നുന്നു നല്ല മഞ്ഞുള്ള നല്ല തണുപ്പുള്ള പ്രഭാതമാണ് പമ്പയിൽ നിന്ന്. ആളുകളൊക്കെ വന്നു തുടങ്ങിയോ ഭക്തരെല്ലാം? ഗുഡ് മോർണിംഗ് അരുൺ. മഴയൊന്നുമില്ല എന്ന് മാത്രമല്ല, നല്ല അടിപൊളി കാലാവസ്ഥ. തിരുവനന്തപുരത്തെ ചൂടിൽ നിന്ന് പമ്പയിലെ കോട പുതിച്ച് കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ കയറി വന്നത്. ഇവിടുത്തെ മറ്റൊരു അന്തരീക്ഷം മൊത്തം ഭക്തിസാന്ദ്രമാണ്. അതപ്പം PS പ്രശാന്ത് തുടങ്ങിയ സ്വാമി ശരണത്തിലാണ്, അവസാനിച്ചത് ഭഗവാന് നന്ദി പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ മൊത്തം ഭക്തിസാന്ദ്രമാണ്. നേരത്തെ TV പ്രസാദ് നിന്ന ആ 1ാം വേദിയുടെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. പുറത്ത് ഈ തത്വമസിയൊക്കെ അകത്തുള്ളതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വലതുവശത്ത് ഇവിടെ ഭക്തർ വരുമ്പോൾ ആന ഇവിടെ ഗർജിക്കുന്ന ഒരാന, അയ്യപ്പൻ്റെ വാഹനം പുലി ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുന്ന തിരക്ക്, അത് ഇവിടെ രജിസ്റ്റർ ചെയ്ത ആളുകളാണ്. ഈ 1ാം വേദിയുടെ പ്രത്യേകത പമ്പ തീരത്താണ്. തൊട്ടപ്പുറത്ത് പമ്പയാണ്. പമ്പയിൽ ഭക്തർ കുളിച്ച് ഫ്രഷ് ആവുന്നു. ആ തീരത്ത് തന്നെ സാധാരണഗതിയിൽ ഇവിടെ വർഷങ്ങളോളം നടക്കാറുള്ള പരിപാടി പമ്പാ തീരത്താണ്. പമ്പാ തീരത്ത് തന്നെ പരിപാടി നടക്കുന്നു. ഇന്ന് നേരത്തെ PS പ്രശാന്ത് പറഞ്ഞ പോലെ 8 മണിക്ക് ഭജനയോടെ പരിപാടി തുടങ്ങും. ഇതിനകത്തൊരു ഒരു PS പ്രശാന്തിനോട് രാവിലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ വിളിച്ചിരുന്നു. തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒപ്പം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ള ആളുകളെ വിളിച്ചിരുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുള്ള ശേഖർ ബാബുവും ത്യാഗവേൽ പളനിരാജനും മാത്രമാണ് ആ നിലയിൽ പങ്കെടുക്കുന്നത്.
നടക്കുന്നത്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ രജിസ്റ്റർ ചെയ്തു വരുന്ന അയ്യപ്പ ഭക്തരുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഔദ്യോഗികമായി സർക്കാരിൻ്റെ ഒരു ഡെലിഗേഷൻ ഇല്ലെങ്കിൽ പോലും അത് പോസിറ്റീവായി തന്നെയാണ് അവർ കാണുന്നത്. 3 സെഷൻ, ഈ സെഷൻ കഴിയുന്നതോടുകൂടി ഈ ശബരിമലയുടെ മുന്നോട്ടുള്ള പോക്കിൻ്റെ ഒരു ദിശ തെളിയും എന്നാണ് PS പ്രശാന്ത് പറഞ്ഞത്. അത് അങ്ങനെ തന്നെയാണ്. വലിയൊരു ആളുകൾ നിക്ഷേപം ഈ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾക്ക് ശേഷം പ്രഖ്യാപിക്കും എന്നൊക്കെ അവർ കരുതുന്നുണ്ട്. ആ തരത്തിലാണ് 3 സെഷനുകൾ നടക്കുക. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പാരലായിട്ടാണ് 3 സെഷനുകളും നടക്കുക. 1-ാം വേദി നമ്മളിവിടെ ഈ നിൽക്കുന്ന വേദിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനാണ്. 2-ാമത്തെയും 3-ാമത്തെയും വേദികളിൽ എന്തൊക്കെയാണ് സെക്ഷൻ എന്ന് നേരത്തെ അരുൺ തന്നെ പറയുകയും ചെയ്തു. അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കൃത്യമായി അഭിപ്രായം പറയാം. ശബരിമലയാണ്, ഇതുകൊണ്ട് ഇവിടെ സർക്കാരിന് തീരുമാനിച്ചാൽ അത് അതേപടി നടപ്പിലാക്കാൻ പറ്റില്ല. ഹൈപ്പവർ കമ്മിറ്റിയും ഹൈക്കോടതിയിലെ ശബരിമല ബെഞ്ചുമുണ്ട്. അവരുടെ കൂടി നിർദ്ദേശത്തോടുകൂടി അനുവാദത്തോടുകൂടി ഇവിടെ നടക്കുന്ന ചർച്ചകളും മറ്റും നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് ദേവസ്വം ബോർഡും ഒപ്പം സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലെ ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം ബോർഡ് മന്ത്രിയുടെയും ഒക്കെ ഫോട്ടോകൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. രാഷ്ട്രീയ പ്രചരണമാണ്. അങ്ങനെയൊന്നും നമുക്കവിടെ കാണാൻ കഴിയുന്നില്ലല്ലോ. അവിടെ ആ പ്രധാന വേദിയുടെ മുൻ സ്റ്റേജ് കാണിച്ചു. അവിടെ അയ്യപ്പനെയാണ് കാണാൻ പറ്റുന്നത്. ഇത് വേദിയുടെ പുറംഭാഗം കൂടി നമുക്കൊരു വൈഡ് ഷോട്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊരു രാഷ്ട്രീയ പ്രസരം, അതിപ്രസരമൊന്നും ഈ വേദിയിലോ വേദിയുടെ പരിസരത്തോ ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ഇല്ലെന്നേ, അങ്ങനെ ഒരു സംഭവമില്ല. ഇതിൻ്റെ അകത്ത് പ്രധാന വേദി സാധാരണഗതിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രധാന വേദിയുടെ മുമ്പിലൊക്കെ അല്ലേ കാണേണ്ടത്. അതിൻ്റെ ഒരു വൈഡ് ഷോട്ടിലേക്ക് പോയാൽ ഇപ്പോൾ ഉള്ള ക്ലോസ് ഷോട്ട് തത്വമസി അത് നീയാകുന്നു എന്നൊരു ക്ലോസ് ഷോട്ട്. അതിൻ്റെ വൈഡ് ഷോട്ടിലേക്ക് പോകുമ്പോൾ അയ്യപ്പനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അയ്യപ്പനില്ല എന്ന അകത്തും പുറത്തുമൊക്കെ അയ്യപ്പനുണ്ട്. അവരുടെ ലോഗോ തന്നെ അയ്യപ്പനാണുള്ളത്. അയ്യപ്പൻ വെച്ചൊരു ലോഗോ, അതിന് തൊട്ടപ്പുറത്തും ആഗോള അയ്യപ്പ സംഗമം എന്ന് എഴുതിയിരിക്കുന്ന ഒരു രീതിയിൽ ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ ഒന്നും കാണുന്നില്ല. പിന്നെയുള്ളത് നമ്മൾ നിലയ്ക്കലിൽ നിന്ന് ഇങ്ങോട്ട് പമ്പയിലേക്ക് വരുന്ന സ്ഥലത്ത് പരിപാടിയുമായി പ്രചരണ ബോർഡുകളുണ്ട്. പ്രധാന വേദിയുടെ ഉള്ളിൽ സ്റ്റേജിന്റെ ബാക്ക്ഡ്രോപ്പിൽ ഒന്നും തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ പോലും വെച്ചിട്ടില്ല അല്ലേ? അയ്യപ്പൻ മാത്രമേ ഉള്ളൂ. ഇല്ല സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ഉദ്ഘാടകൻ്റെ പടം, അധ്യക്ഷൻ്റെ പടം, ഏറ്റവും ചുരുങ്ങിയത് ഉദ്ഘാടകൻ്റെ പടമെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫ്ലെക്സ് കെട്ടി സാധാരണഗതിയിൽ വെക്കാറുണ്ട്. അങ്ങനെ ഒരു ഫ്ലെക്സ് അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടില്ല. പുറത്തേക്ക് വന്നപ്പോഴും അങ്ങനെ ഒരു സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെയോ അവർക്ക് ഒരു പ്രചരണം നടത്തുന്ന തരത്തിലുള്ള ഒന്നും ഈ പരിസരത്ത്, ഈ പമ്പയുടെ തീരത്ത പരിസരത്തില്ല. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് വരുന്ന വഴി ഫ്ലെക്സ് ബോർഡുകളുണ്ട്. ആ ഫ്ലെക്സ് ബോർഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും VN വാസവനും PS പ്രശാന്തും ഇവർ 3 നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡ് അതുപോലും നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് വരുന്ന റൂട്ടിലുണ്ട്. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പ്രചാരണാർത്ഥം ഇന്ന് വെച്ചതായിരിക്കില്ല, അതിന് മുമ്പ് തന്നെ വെച്ചതായിരിക്കും. അതല്ലാതെ ഇവിടെ രാഷ്ട്രീയം ഒരിടത്തും ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തിയതായി ഇതുവരെ കാണുന്നില്ല. ഓക്കെ, റഹീസ് റഷീദ് ഇതുവരെ സന്നിധാനത്തൊന്നും വന്നിട്ടില്ലല്ലോ അല്ലേ? പമ്പയിൽ ഇത് ആദ്യമായിട്ടാണോ റഹീസ് റഷീദ് വരുന്നത്? ആണ്. അത് ഞാനിങ്ങനെ കൂടെ വന്ന ക്രൂവിനോട് പറയായിരുന്നു. കുറേ വർഷമായി മാധ്യമ പ്രവർത്തനം, പക്ഷേ പമ്പയിലേക്കോ നിലയ്ക്കലിലേക്കോ പോലും വന്നിട്ടില്ല. അവിടെ യുവതീ പ്രവേശന വിവാദം ഉണ്ടാകുന്ന സമയത്തോ പോലും സാധാരണ ഇതിൽ ആ സമയത്ത് ഏതാണ്ട് എല്ലാ മാധ്യമപ്രവർത്തകരും വന്നിട്ടുണ്ടാകും. ആ സമയത്തും വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഈ എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ട് പമ്പ? ഗംഭീരല്ലേ? ഉഷാറല്ലേ? പ്രത്യേകിച്ച് കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന ആ പമ്പ രാവിലെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലല്ലേ റഹീസ്? അത് തന്നെ, നമ്മളിവിടുന്ന് താമസിച്ച ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. അവിടുന്ന് ഹെയർ പിൻ വഴി കയറി വരുന്ന സമയത്ത് കോടമഞ്ഞിലൂടെ അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല തണുപ്പ്, തൊട്ടിപ്പുറത്തെല്ലാം മഞ്ഞൊക്കെ കാണാം. പക്ഷെ ക്യാമറ വെച്ചാൽ അതങ്ങനെ കിട്ടില്ല. അങ്ങനെ സൂപ്പർ. ഓക്കെ, താങ്ക് യു റഹീസ്. അപ്പോൾ തുടരുക. പ്രധാന വേദിയുടെ മുന്നിൽ നിന്നാണ് റഹീസ് റഷീദ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ അനാവശ്യമായ വിവാദങ്ങൾക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. വാട്സപ്പിലൂടെ പ്രചരിക്കുന്നതൊന്നും സത്യമാവണമെന്നില്ല. ഇന്നലെ എന്തൊക്കെയായിരുന്നു വാട്സപ്പിലൂടെയുള്ള പ്രചരണം? വേദിയിൽ അയ്യപ്പനില്ല, സദസ്സിൽ അയ്യപ്പനില്ല. ഇപ്പോൾ അയ്യപ്പൻ്റെ ചിത്രമാണ് അവിടെയുള്ളത്. അയ്യപ്പൻ്റെ ചിത്രം മാത്രമേ പ്രധാന വേദിയുടെ മുന്നിലും പിന്നിലും ഒക്കെയുള്ളൂ. ലോഗോയിൽ തന്നെ അതുണ്ട്, വളരെ വ്യക്തമായിട്ടുണ്ട്. ചില തെറ്റിദ്ധാരണാജനകമായ മെസ്സേജുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മളതിനെതിരെ അങ്ങനെ നിലപാടെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇഷ്ടമുള്ളവർ അവരുടേതായ സംഗമങ്ങളൊക്കെ നടത്തുന്നത്